ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ചക്ക കിട്ടി, പഴുത്ത ചക്ക. കൂഴച്ചക്കയാണെങ്കിലും ഭയങ്കരമായിട്ട് അങ്ങ് പഴുത്തതല്ല, നല്ല മധുരമുള്ളായിരുന്നു കേട്ടോ. അപ്പം നമുക്കതെല്ലാം ഇറക്കിയെടുക്കാം. നല്ല ചുളം, നിങ്ങൾക്ക് കാണുമ്പം തന്നെ അറിയാം. ഇതാ കണ്ടോ, ഒരുപാട് അങ്ങ് അളിഞ്ഞു പോയതൊന്നുമല്ല, നല്ല മധുരം എന്ന് വെച്ചാൽ നല്ല മധുരം. അതെല്ലാം കൂടെ ഇറക്കിയെടുത്തിട്ടുണ്ട്. ഒന്ന് തിന്നു നോക്കാം. ഞാനൊന്ന് കഴിച്ചു, എന്തൊരു മധുരമായിരുന്നു അറിയാവോ. നല്ല പുളിക്കാച്ചി മധുരം, നല്ല ടേസ്റ്റ്. മഴയൊന്നും പെയ്തിട്ടില്ലാത്തതുകൊണ്ട് നല്ല മധുരം. ആ മധുരം അതേപോലെ തന്നെയുണ്ട്. കഴിക്കുന്ന കാണുമ്പോഴേ അറിയാം എന്താ ഒരു മധുരമാണെന്നറിയാമോ, പുളിക്കാച്ചി മധുരം. അന്നേരം നമുക്ക് അതിൻ്റെ കുരുവൊക്കെ മാറ്റിയിട്ട് നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുക്കണം. ഇതെല്ലാം ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് ചുക്കുപൊടി ഇട്ടു, പിന്നെ ഞാൻ കുറച്ച് ജീരകം കൂടെ ഇട്ടായിരുന്നു കേട്ടോ, അത് എടുക്കാൻ മറന്നുപോയി. പിന്നെ കുറച്ച് അരിപ്പൊടി, ഇതിനകത്ത് അരിപ്പൊടിയാണ് ചേർക്കുന്നത്. പിന്നെ ഒരു പാത്രം, ചെറിയൊരു പാത്രത്തിനകത്ത് ശകലം ഗോതമ്പൊടിയും കൂടി. നമുക്കത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ കുറച്ച്, ഒരുപാട് മധുരം വേണ്ട, കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ടിയാണ്. നമുക്ക് ആവശ്യത്തിന് മധുരം ഉപയോഗിക്കാം. ആവശ്യത്തിന് ഇട്ടു. പിന്നെ കുറച്ച് തേങ്ങായും കൂടി ഇട്ടു. അതെല്ലാം ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കാം. പിന്നെ ഞാൻ കുറച്ച് നെയ്യും കൂടി ചേർത്ത്, നെയ്യ്, അപ്പം നല്ലൊരു ടേസ്റ്റ് കിട്ടും. നെയ്യ് വളരെ കുറച്ച്, കണ്ടോ, തിരി ഇട്ടുള്ളൂ, ഒരുപാട് ഇട്ടില്ല. വളരെ കുറച്ച് നെയ്യും കൂടെ ചേർത്തു. അതും എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് കുഴച്ചിട്ട് നമുക്ക് വയണയില ഉണ്ടല്ലോ, വയണയില, ഞാൻ വയണയിലല്ല വെക്കുന്നത്. അപ്പം നന്നായിട്ട് മടക്കിയിട്ട് ഈർക്കിലൊന്നും കുത്താതെ, ഇതാകുമ്പോൾ എളുപ്പമാണ്. അങ്ങനെ എല്ലാം നന്നായിട്ട് വയണയിലക്കകത്തൊക്കെ വെച്ച് നമുക്കിനി ഇതൊരു ആവി പുഴുങ്ങിയെടുക്കണം. നല്ല ടേസ്റ്റ് വെച്ചാൽ പുളിക്കാച്ചി ടേസ്റ്റ്, പറഞ്ഞറിയിക്കാൻ വയ്യ, അതേപോലൊക്കെ ടേസ്റ്റ്. പിന്നെ അതിൻ്റെ പുറത്ത് കുറച്ച് വയണയിലൊക്കെ വെച്ചിട്ട് നമുക്ക് ഒരു 20 മിനിറ്റ് ആവി കൊടുക്കാം. നന്നായിട്ട് എന്തൊരു മണമാണെന്നറിയാമോ. അയ്യോ, ഈ ഭാഗത്ത് മൊത്തം മണം, അതുപോലൊക്കെ മണം. അപ്പോൾ നമുക്ക് കുറച്ച് ചായ എടുത്തു, ഇലയപ്പമൊക്കെ എടുത്തിട്ട് നമുക്ക് കഴിക്കാം. അപ്പോൾ വീണ്ടും കാണാം.